ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി അതാ ഒരു നാട്ടിലില്ലാതെ വരുമ്പോൾ, നീതിമാനായ ഭരണാധികാരികൾ ഒരു നാട്ടിലില്ലാതെ വരുമ്പോ അവിടെ അല്ലാഹുവിന്റെ അദാബ് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ ഇന്ന് നീതിമാനായ ഭരണാധികാരി എവിടെയാ ഉള്ളത്? ഈ ലോകം മുഴുവനും ഞാനും നിങ്ങളും മരിച്ചു പറക്കൂ. ഈ ലോകം മുഴുവനും തെരഞ്ഞു നോക്കിയാൽ ഒരു നീതിമാനായ ഭരണാധികാരിയെ നമുക്ക് കാണാൻ കഴിയുമോ? നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് പറയുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞില്ലേ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാ. അതുപോലെ ഒരു ഭരണാധികാരി എടുത്തു പറയാ. എന്റെ പ്രിയമുള്ളവരെ, ലോകം മുഴുവനും സഞ്ചരിച്ചാലും നമ്മളിൽ പലർക്കും അത് കാണാൻ കഴിയില്ല. ലോകം മുഴുവനും തെരഞ്ഞു നടന്നാൽ നമ്മളിൽ പലർക്കും അങ്ങനെയുള്ള ഒരു ഭരണാധികാരി, നീതിമാനായ ഒരു ഭരണാധികാരി നമുക്ക് ലോകം മുഴുവന് തെരഞ്ഞാലും ഇന്ന് കാണാൻ വല്ലാത്ത, പടച്ചവനെ കാണാൻ കിട്ടാത്ത ഒരു കാലഘട്ടമാ. എന്തിനാ ലോകത്തിന്റെ കാര്യം പറയുന്നത്? ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പോലും ചിന്തിച്ചു നോക്കൂ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം, എല്ലാം നമുക്കറിയാം. ഞാൻ പറയാതെ തന്നെ നമുക്കത് മനസ്സിലാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞിട്ടും വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലാഹുവേ, മുകളിലിരിക്കുന്ന പടച്ചറപ്പിന്റെ സഹായമല്ലാതെ, ആ റബ്ബിന്റെ സഹായമല്ലാതെ ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. എന്തിനാ രാജ്യത്തിന്റെ കാര്യം പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്ഥലമാണ്, മുസ്ലിമീങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് അല്ലാഹുവിന്റെ പള്ളികളോ. അല്ലാഹുവിന്റെ പള്ളികളോ, നമ്മുടെ നാടുകളിലെ പള്ളികളുണ്ടല്ലോ, ആ പള്ളിക്കകത്ത് പോലും ഇന്ന് നീതിമാനായ ഭരണാധികാരിയെ കാണാൻ കിട്ടാത്ത കാലവാ. നീതിമാനായ ഭരണാധികാരികളോ, ഇന്ന് പള്ളിയൊക്കെ പരിപാലനം മാറിയല്ലോ. പള്ളിയൊക്കെ, പള്ളിയുടെ പരിപാലനമൊക്കെ മാറി. ഇന്ന് പള്ളി ഭരണമായി മാറിക്കഴിഞ്ഞു. അല്ലാഹുവിന്റെ പള്ളിയുടെ അധികാരം പോലും പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഏതെല്ലാം വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ബൈത്തുൽ മാലിന്റെ പണമെടുത്തിട്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ ഭരണം പിടിക്കാ ഇലക്ഷൻ നടത്തുന്നവരുടെ കാലവോ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നിട്ട് അധികാരത്തിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്ന കാലവോ. ആ പള്ളിയൊക്കെ ഇന്ന് രാഷ്ട്രീയ ഭരണം പോലെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചറപ്പിന്റെ പള്ളികൾ പോലും ഇന്ന് നീതിയില്ലാത്ത ഒരു ഭരണമാണ് നടക്കുന്നതെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിയാൽ ഈ പറയുന്നത് സത്യമാണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് പോലും ഇന്ന് നീതിമാനായ ഭരണാധികാരികൾ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് ലോകത്തിന്റെ കാര്യം പോകട്ടെ, രാജ്യത്തിന്റെ കാര്യം പോകട്ടെ, നമ്മുടെ സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പള്ളി, നമ്മളൊക്കെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടുന്ന പള്ളി, അവസാനം പോയി കിടക്കുന്ന പള്ളി, ആ പള്ളിക്കകത്ത് പോലും നേരെ ചൊവ്വ ഭരണം നടക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതേപ്പോ ഒരു ആമീൻ പറയാൻ ഒരു മടി പോലെ എന്തോ സഹിക്കാൻ. ഞാൻ നിങ്ങളുടെ നാടല്ല പറഞ്ഞേ, ഞാൻ പൊതുവായിട്ടാ പറഞ്ഞേ. ഇവിടുത്തെ പള്ളി എവിടാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതാ, ഇവിടുത്തെ പള്ളി എവിടാന്ന് വെച്ചാൽ എനിക്കറിയില്ല, പള്ളിയിലെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് ഇന്ന് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരത്തിന് വേണ്ടി കിടന്ന് തമ്മിലടിക്കുക, പള്ളിക്കകത്ത് വോട്ട് പിടിക്കുക, ഓരോ വീട്ടിലും കയറിയിട്ട് ഇലക്ഷൻ. എന്തിന്? പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ, പള്ളിയുടെ സെക്രട്ടറി ആകാൻ. സഹോദര, അധികാരം എന്ന് പറയുന്ന സാധനം നീ തേടി പോകേണ്ടതല്ല, നിന്നെ തേടി വരേണ്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനാ അധികാരം എന്ന് പറയുന്നത്.
അധികാരം എന്ന് പറയുന്ന സാധനം നീ അങ്ങോട്ട് വാങ്ങാൻ പോകരുത് ഒരു കാലത്തും. ഈ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അധികാരം ഒരിക്കലും നീ ചോദിച്ചു വാങ്ങി അങ്ങോട്ട് പോകരുത്. പോയാ നിന്നെ അള്ളാഹു ഈ ദുനിയാവിൽ നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പുറം പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ, സെക്രട്ടറി ആകാൻ. അതാ ചങ്ങാതി പണ്ടൊക്കെ പോയിട്ട് പറയും, വാപ്പ ഹരിയാരെ പള്ളിയുടെ അല്ലോ എനിക്ക് വയ്യ പടച്ചവനെ. നാട്ടുകാർ മുഴുവനും വീട്ടിൽ പോയി പറഞ്ഞാലും പറയും എനിക്ക് വേണ്ടാന്ന്. ഇന്ന് അങ്ങനല്ല, നേരെ തിരിച്ച. നാട്ടുകാരെ മുഴുവനും കൂട്ടിയിട്ട് പറയും, അളിയ പൊതുയോഗത്തിൽ കൈപൊക്കണം, എന്റെ പേരിതാ. എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരം നമ്മൾ തേടി പോകരുത്, അത് നമ്മളെ തേടി വരണം. നമ്മളെ തേടി വന്നാൽ നമുക്ക് ഉയർച്ചയുണ്ടാകും, നമ്മൾ തേടി പോയാൽ നാറും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ പള്ളിയുടെ പരിപാലനം അതും പോകട്ടെ, ഞാൻ പറയണില്ല, അതൊക്കെ പോകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയുടെ കാര്യം പോകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന ബാപ്പമാര്, ഇരിക്കുന്ന സഹോദരങ്ങളോട്, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണല്ലോ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ബാപ്പമാരുണ്ടല്ലോ, ഓരോ ബാപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങളും ഒരു ഭരണാധികാരിയാണ്. ഇവിടുത്തെ ഭരണാധികാരി എന്നറിയുമോ? ലോകത്തിന്റെ ഭരണാധികാരിയല്ലോ, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലോ, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ലോ, ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ലോ. എവിടത്തെ ഭരണാധികാരി എന്നറിയുമോ? നീ നിന്റെ വീട്ടിലെ ഭരണാധികാരിയാ. നിന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു വീട്ടിലെ ഭരണാധികാരിയാണ്. ആ വീടിന്റെ അകത്തിന്റെ പ്രിയമുള്ളവര്, നീതിയായ ഒരു ഭരണം നടക്കുന്നുണ്ടോ? നീതിയായ ഒരു ഭരണം നടക്കുന്നുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹജ്ജത്തുൽ വിദായിലെ അവസാനത്തെ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. തന്റെ മുന്നിൽ നിൽക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് സഹാബാ. നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ, നമ്മുടെ മക്കളുണ്ടല്ലോ, അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ്. പാപ്പാ നിന്നോട് ചോദിക്കും, പാപ്പോ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ആ ചെമ്പിന്റെ തറയിലെ പടച്ചറപ്പിന്റെ മുന്നിൽ നീ പോയി നിൽക്കുമ്പോ അല്ലാഹു നിന്റെ ഭാര്യയെ കുറിച്ചു, നിന്റെ മക്കളെ കുറിച്ചു അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ ഈ നിരന്നിരിക്കുന്ന വാപ്പമാരോട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ നീതിമാനായ ഒരു ഭരണാധികാരിയാണ്, നിങ്ങളെ വീട്ടിലെ ഒരു നീതിമാനാണ്. പറയാൻ കഴിയുമോ സഹോദരാ? പറയാൻ കഴിയുമോ സഹോദരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും അത് പറയാനുള്ള അധികാരമില്ല, അത് പറയാനുള്ള യോഗ്യതയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുന്ന മനുഷ്യന് സ്വർഗ്ഗമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ആരെങ്കിലും ഓതിയാൽ, ആരെങ്കിലും ഒരു ദുആ ചെയ്താൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ ഏത് ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ഒരൊറ്റ ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു സാലിഹത്തായ ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയാക്കി തരണേ അല്ലാഹ്. എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്ന റബ്ബേ,
എന്റെ കണ്ണിന് കുളിർമയുള്ളോ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നോ, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്നോ, എന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്നോ, എന്റെ കയ്യിൽ പിടിച്ച സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നോ സാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. എന്നിട്ട് മൂന്നാമത് പറയുന്നത് എന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും മക്കൾക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒരു വാപ്പയാക്കി എന്നെ മാറ്റണേ അല്ലാഹ്. എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ എന്ന് ദുആ ചെയ്യണേ എന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ? അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ വഈൽ റളിയല്ലാഹു തആല അൻഹു, അബൂ വഈൽ റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ, സ്വഹാബികളതാ സ്വഹാബികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും കൂടെ അബൂ വഈൽ എന്ന സ്വഹാബി പറയുകയാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സുബഹിയുടെ സമയം കഴിഞ്ഞു. സുബഹി നമസ്കാരം കഴിഞ്ഞ സമയമാണ്. ആ വെളുപ്പാങ്കാലത്ത് വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടുന്ന് സലാം പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, വീടിന്റെ അകത്ത് കയറിയിരിക്ക സഹാബാ. ഇബ്നു മസ്ഊദ് തങ്ങളെ വിളിച്ചു പറയുകയാണ്. പക്ഷേ സ്വഹാബികൾ വീടിന്റെ അകത്ത് കയറുന്നില്ല, സ്വഹാബികൾ വീടിന്റെ അകത്ത് കയറുന്നില്ല. കുറെ സമയം കഴിയുമ്പോ ഫഖറജത്തുൽ ജാരിയ, വീട്ടിലെ ഖാദിമായ പെണ്ണുണ്ടല്ലോ, ആ വീട്ടിലെ ഖാദിമായ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ കേറാത്തത്? യജമാനൻ അനുവാദം തന്നല്ലോ, നിങ്ങൾ എന്തേ വീടിന്റെ അകത്ത് കേറാത്തത്? എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ സ്വഹാബികൾ വീടിന്റെ അകത്ത് കേറാതെ വെളിയിൽ നിൽക്കുകയാ. അവിടെന്ന് ചോദിച്ചു, സ്വഹാബാ, നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകിയല്ലോ, കേറിയിരിക്കാൻ അനുവാദം നൽകിയല്ലോ, നിങ്ങൾ കേറിയിരിക്കാത്തത്? ആ സമയത്ത് അതാ സ്വഹാബികൾ പറയുകയാണ്, സുബഹി കഴിഞ്ഞ സമയമാണല്ലോ, സുബഹി കഴിഞ്ഞ സമയമാണല്ലോ, അങ്ങയുടെ പെൺമക്കളും ചെറിയ മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്ന സമയമോ, ഞങ്ങൾ ഈ സമയത്ത് വീടിന്റെ അകത്തേക്ക് കയറി ചെന്നാൽ ഉറങ്ങുന്നതിന്റെ മക്കൾക്ക് അതൊരു പ്രയാസമാകുമെന്ന് കരുതിയിട്ടാണ് കേറാത്തതെന്ന് സ്വഹാബികൾ പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. എന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾ ഇബ്നു മസ്ഊദിനെ കുറിച്ച് എന്തേ കരുതിയത്? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയാണെന്ന് കരുതിയോ? ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? സഹാബാ, അതാ ഇബ്നു മസ്ഊദ് മരിക്കുന്ന കാലം വരെ ഞാൻ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടോ? എന്റെ ഭാര്യയും മക്കളും എഴുന്നേറ്റിട്ടുണ്ടാകും. സഹാബാ, ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബവും എഴുന്നേറ്റിട്ടുണ്ടാകും. അല്ലാതെ സുബഹി നമസ്കരിക്കാതെ എന്റെ വീടിന്റെ അകത്തെന്റെ മക്കള് കിടന്നുറങ്ങാറില്ല. ഇബ്നു മസ്ഊദ് തങ്ങളെ പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഇതുപോലെ പറയാ ധൈര്യമുള്ള ഏത് വാപ്പയാവുള്ളത്? ഇതുപോലെ പറയാ ധൈര്യമുള്ള ഏത് ഉപ്പയാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ,
നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന രംഗമെന്തോ? നമ്മൾ സുബഹിക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവരോട്, പക്ഷേ നിന്റെ ചാരത്ത്, നിന്റെ പുതപ്പിന്റെ കീഴ്, നിന്റെ ചാരത്ത് കിടക്കുന്ന നിന്റെ ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ മക്കള് നമസ്കരിക്കാറുണ്ടോ? വാപ്പാ, നിനക്കറിയുമല്ലോ 7 വയസ്സായവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിച്ച് നിസ്കരിപ്പിക്കണമെന്നല്ലോ നിന്റെ ദീൻ നിനക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ എന്തേ നമ്മളിൽ പലർക്കും കഴിയാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ മാതൃകയുള്ള ഒരു വാപ്പയാകോ. നിന്റെ ഭാര്യ നിന്നെയാണ് കണ്ടുപഠിക്കേണ്ടത്, നിന്റെ മക്കള് നിന്നെയാണ് കണ്ടുപഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാർക്ക് ഒരു നല്ല വാപ്പയെ ഞാൻ പറഞ്ഞു തരാ. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു നല്ല വാപ്പയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഉപ്പമാരെ, മക്കളെ നിങ്ങൾ ഉപദേശിക്കണേ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉപദേശിക്കണേ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ നിങ്ങളുടെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കണേ. നിങ്ങൾക്ക് പഠിക്കാനൊരു വാപ്പയെ പറഞ്ഞു തരാ. ആരാണെന്നറിയുമോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ സഹാബി തന്റെ പൊന്നുമോനെ അടുത്ത് വിളിക്കുകയാണ്. ചെറിയ പ്രായമുള്ള തന്റെ പൊന്നുമോനെ, യാ ബുനയ്യ ഇന്നക ലൻ തൽഖാ അഹദൻ ഹുവ അൻസഹു. അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, മോനെ, നിന്നെ ഉപദേശിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ഞാനാണ്. എന്നെ പോലെ ഉപദേശിക്കാൻ ഈ ലോകത്ത് മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നുമകന് മോൻ ഉപദേശം തരാ. തന്റെ പൊന്നാര മകൻ അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു 3 ഉപദേശമാണ് കൊടുത്തത്. 3 ഉപദേശമാണ് കൊടുത്തത്. ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇദാ അറദ്ത അൻ തുസല്ലി ഫഅഹ്സിൻ വുളൂഅക. വാപ്പാ, നീ ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, എന്റെ പൊന്നുമകൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ മോൻ നല്ലതുപോലെ ഉളുവെടുക്കണേ മോനെ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശമോ? മോനെ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഉളുവെടുക്കണം, സൂക്ഷ്മതയോടുകൂടി ഉളുവെടുക്കണം, ഒരു പോരായ്മയും ഇല്ലാത്ത രീതിയിൽ ഉളുവെടുക്കണം. കാരണം എന്തെന്നറിയുമോ? മോൻ എന്തിനാ ഉളുവെടുക്കുന്നതെന്നറിയുമോ? സഹോദരാ, എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും ഉളുവെടുക്കുന്നുണ്ട്. എന്തിനാണ് ഉളുവെടുക്കുന്നതെന്ന് നിനക്കറിയുമോ? നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ നീ ഉളുവെടുക്കണം, നല്ലതുപോലെ നീ ഉളുവെടുക്കണം. കാരണം എന്തെന്നറിയുമോ? നീ ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. ഒരു വാപ്പ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ, ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാണ് മോനെ. ഇന്ന് വരെ 50 വയസ്സുള്ള വാപ്പ നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഓർമ്മ വെച്ച കാലം മുതൽ നീ ഉളുവെടുക്കുന്നവനാണ്. ഇന്ന് വരെ നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ? ഈ ചിന്ത നിനക്കുണ്ടായിട്ടുണ്ടോ? പക്ഷേ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറഞ്ഞു, മോനെ, ഉളുവ് കളിക്കേണ്ട കാര്യമല്ല, അത് കളിയല്ലടാ പൊന്നുമോനെ. ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. അതുകൊണ്ട് എന്റെ പൊന്നുമകൻ സൂക്ഷ്മതയോടുകൂടി വേണം ഉളുവെടുക്കാൻ. കാരണം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? നിസ്കാരത്തഴമ്പിലല്ല, താടിയുടെ നീളത്തിലല്ല, പ്രവാസനം നടത്തുന്നതിലല്ല, ഇമാമത്ത് നിൽക്കുന്നതിലല്ല, ഹജ്ജിന് പോയതിന്റെ പേരിലല്ല. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈമാനുള്ള, ഈ നാട്ടിലെ ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണോ? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, ഹൗദിന്റെ കരയിൽ പോയി നിൽക്കും മോനെ, പള്ളിയിൽ ഉതുപെടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂക്ഷ്മതയോടുകൂടി ഉതുപെടുക്കുന്നത് കണ്ടാൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമോ, അവനൊരു യഥാർത്ഥ വിശ്വാസിയായതിന്റെ അടയാളമാണ് സൂക്ഷ്മതയോടുകൂടി ഉതുപെടുക്കുന്നതെന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോ, മോനെ കളിയല്ലടാ, വാപ്പ എന്തിനാണ് തന്റെ പൊന്നാര മകനോട് ഉതുബിനെ കുറിച്ച് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉതുബിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഉതുബെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഞാൻ ഉതുബെടുത്ത് കാണിച്ചു തന്നതുപോലെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉതുപെടുത്താൽ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഉസ്താദേ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനാണ്. ഇവിടെ കൊണ്ടാണ് ഈ പാപങ്ങൾ കഴുകിക്കളയുന്നത്? എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്ന മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഞാൻ ഉളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉളുവെടുത്താൽ നിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരത്തിൽ നിന്ന് ഉണക്ക ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ കണ്ണുകൊണ്ട് കണ്ട പാപമുണ്ടല്ലോ, ചെവി കൊണ്ട് കേട്ട പാപമുണ്ടല്ലോ, നാവ് കൊണ്ട് പറഞ്ഞ പാപമുണ്ടല്ലോ, കൈ കൊണ്ട് പിടിച്ച പാപമുണ്ടല്ലോ, കാല് കൊണ്ട് നടന്ന പാപമുണ്ടല്ലോ, എല്ലാ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് മുത്തുനബി പറയുമ്പോ, ഉമ്മ പ്രസവിച്ചിട്ട മക്കളെ പോലെ വേണം അല്ലാഹനെ കാണാ പോകാ, അല്ലാഹനെ കാണാ പോകാ. ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ പാപങ്ങൾ മുഴുവനും പള്ളിയുടെ ഹൗദിന്റെ കരയിലെ കഴുകിക്കളഞ്ഞിട്ട് ഒരു പാപവും ചെയ്യാത്തവനെ പോലെ വേണം നീ അല്ലാഹനെ കാണാ പോകാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരാ, ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്ന സമയമുണ്ടല്ലോ, തണുപ്പുള്ള രാത്രിയിൽ ഉതുവെടുക്കാൻ വല്ലാത്ത മടിയാണ്, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഉതുവെടുക്കാൻ വല്ലാത്ത മടിയാണ്. എങ്കിലും മുത്തുനബി പറയുകയാ, യൗമലാ ളില്ല ഇല്ലാ ളില്ലു അൽ മുതവല്ലിഉ ഫീ മഖാരിഹി. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സൂക്ഷ്മതയോടുകൂടി ഉളുവെടുത്താൽ അവൻ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ദിവസമുണ്ടല്ലോ. നേരെ ചൊവ്വ ഉളുവെടുത്ത മനുഷ്യ, നിനക്കല്ല അർശിന്റെ താഴ് ഒരിടം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒന്നുമില്ലാതെ നിങ്ങൾ നമസ്കരിക്കല്ലോ, ഒന്നുമില്ലാതെ നിങ്ങൾ നമസ്കരിക്കല്ലോ. അത് പടച്ചവനെ കളിയാക്കലോ, അത് അല്ലാഹുവിനെ കളിയാക്കലോ. നീ അല്ലാഹനെ കളിയാക്കിയാൽ അല്ലാഹ് നിന്നെയും കളിയാക്കും ചെറുപ്പക്കാരാ. അല്ലാഹു നിന്നെയും കളിയാക്കും പെണ്ണ്. എപ്പോഴാണ് അല്ലാഹു കളിപ്പിക്കുന്നതെന്നറിയുമോ? നീ നേരെ ചുവ ഉളുവെടുക്കാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയ കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോ അല്ലാഹുവേ, നിന്നെ പടച്ചവനെ കളിയാക്കുന്ന സമയം എപ്പോഴെന്നറിയുമോ? സക്കറാത്തിന്റെ അവസ്ഥയില് നീ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ
നിന്റെ കുടുംബക്കാര്, നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ, എല്ലാവരും നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വന്നിരുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അല്ല നിനക്ക് സ്വർഗം തരും. എല്ലാവരും കൂടെ പറഞ്ഞു തരുമ്പോ പറയണമെന്ന ആഗ്രഹത്തോടെ നിന്റെ നാവ് പൊക്കുമ്പോ പൊങ്ങൂലടാ ചെറുപ്പക്കാരാ. അത് പറയാ നിനക്ക് അല്ലാഹു ഭാഗ്യം നൽകൂല. അതുകൊണ്ട് മഹാനായ സ്വഹാബിയുണ്ടല്ലോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ വുളുവെടുക്കണേ. രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? അല്ലാഹുവേ, അവിടെന്ന് പറയുന്നു മോനെ സ്വല്ലി സ്വലാത്ത ലാ തറാ അന്നകി തുസല്ലി ബഅദഹാ. തന്റെ പൊന്നാര മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? മോനെ, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. മോന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരമെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ. അങ്ങനെ നിസ്കരിച്ചാലേ അത് നിസ്കാരമാകൂ. പാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, നിസ്കരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. കാരണം എന്തേ? മോനെ, നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ട്. അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മോനെ, നീ അല്ലാഹനെ കാണാത്തത് നിന്റെ പോരായ്മ കൊണ്ടാ. നമ്മളാരും അല്ലാഹനെ കാണാത്തത് നമ്മുടെ പോരായ്മ കൊണ്ടാണ്, നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. പക്ഷേ അല്ല നമ്മളെ കാണുന്നുണ്ട്. ഒരു മറയുമില്ലാതെ കണ്ണിന്റെ മുന്നിൽ വന്ന് പടച്ചവൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ, നമസ്കരിക്കുന്ന സമയത്ത് ഇത് ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണമെന്തെന്നറിയുവോ? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെല്ലാവരും നാളെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൈകെട്ടി, എന്നിട്ട് സ്വലാം പറഞ്ഞു പിരിയുമ്പോ ഒന്നുകിൽ നീ സ്വർഗത്തില് അല്ലെങ്കിൽ നീ നരകത്തില്. ഈ രണ്ടാലൊരു സ്ഥലം നിനക്ക് ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് വാപ്പ തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്ത ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്തേ? മോനെ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഇത് ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം അള്ളാന്റെ മുന്നിലാണ് നീ നിൽക്കണേ. അള്ള നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നീ കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കാണുന്നുണ്ട്. ഇശാ നിസ്കരിച്ചവരാണല്ലോ ഇരിക്കണവരൊക്കെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചില്ലേ? ഇശാ നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഒന്നീ നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നീ നരകത്തിൽ. ഒരു വക്കത്ത് നമസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും, അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും. അള്ളാഹു നമ്മളെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. ഇതാ നിസ്കാരം.